ട്രംപ് പാകിസ്ഥാൻ കൂട്ടുകെട്ട് ഈ മേഖലയിൽ ഒരു ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പറയാം. യാതൊരു സംശയവുമില്ല. ഈ മേഖലയിൽ അസ്ഥിരത ഉണ്ടാക്കുന്നതിന് തന്നെ കാരണമാക്കിയിരിക്കുകയാണ്. അതായത് ഇന്ത്യ 2050 ഒന്നാമത്തെ രണ്ടാമത്തെ വേൾഡ് പവർ ആകും എന്നുള്ളത് ഏതാണ്ട് ലോകത്തെ എല്ലാ എക്കണോമിസ്റ്റുകളും പറഞ്ഞു കഴിഞ്ഞു. ആ വിഷൻ അങ്ങനെയാണ് പോകുന്നത്. 2047 ഇന്ത്യ വൻ ശക്തിയാകുമെന്നുള്ള പ്രഖ്യാപനത്തിലാണ് നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി ആ ലക്ഷ്യത്തിലാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനാകട്ടെ IMFന്റെ കണക്ക് പ്രകാരം തന്നെ 154ാമത്തെ മറ്റൊരു രാഷ്ട്രമാണ്. മനസ്സിലായില്ലേ? നമ്മൾ 4ാമത് നിൽക്കുമ്പോൾ അവർ 154ാമതാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. പക്ഷേ അവർ മിലിറ്ററിയിൽ ഉയർന്ന, അതാണ് ഇതിൻ്റെ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. മിലിറ്ററിയിൽ നമ്മൾ 4ാമതാണെങ്കിൽ അവർ 12ാമതാണ്. ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കോണം. GDPയും മറ്റ് ഇൻഫ്ലേഷൻ്റെയും കാര്യങ്ങളൊക്കെ ഓരോന്നെടുക്കുമ്പോഴും അവർ 150, 154 ഒക്കെ ആയിട്ട് പോകുമ്പോൾ ആർമിയിൽ അവർ 12ാമതാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ മുഴുവൻ സോഴ്സും അവർക്ക് ഒരുപാട് കടം കിട്ടുന്നുണ്ട്. IMF നിന്ന് കിട്ടുന്നുണ്ട്, വേൾഡ് ബാങ്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കൈയഴിഞ്ഞ് ഒരുപാട് സപ്പോർട്ട് അവർക്ക് ചെയ്യുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സൗദി തന്നെ ഇനി വലിയ സപ്പോർട്ട് ചെയ്യും. കാരണം അവർക്ക് ഈ മിലിറ്ററി സൗകര്യങ്ങൾ കൊടുക്കുമ്പോൾ ഭയങ്കരമായ സാമ്പത്തിക സോഴ്സ് അവർക്ക് കിട്ടും. പക്ഷേ ഈ സാമ്പത്തിക സോഴ്സുകൾ സ്വന്തം ജനതയുടെ വായിൽ ആഹാരം കൊടുക്കുന്നതിന് പകരം അവർ ബോംബ് തിരികെ കയറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.